പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഞാൻ അവളെ ഉപേക്ഷിച്ചാൽ ഈ സമൂഹം അവളെ കല്ലെറിഞ്ഞു കൊല്ലും. പക്ഷേ മറ്റൊരുവന്റെ ശിശുവിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നവളെ സ്വീകരിക്കുന്നതും ഉചിതമല്ല. രഹസ്യമായി ഉപേക്ഷിക്കുന്നതാവും നല്ലത്. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എല്ലാ ജനങ്ങളും അവരവരുടെ ജന്മദേശത്തേക്ക് പോയി പേരുകൾ എഴുതി ചേർക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്ന് ഇതിനാണ് അറിയിച്ചുകൊള്ളുന്നു. ബത്ലഹേമിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. ഗർഭിണിയായ നിന്നെയും കൂട്ടി അത്ര ദൂരം സഞ്ചരിക്കുന്നത് ഉചിതമല്ല. പേരെഴുതി ചേർക്കപ്പെടണമെന്നത് രാജകൽപ്പനയാണ്. അതനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. രാജകൽപ്പനയാണ്, അതെനിക്കും അറിയാം. പക്ഷേ ശിശുവിന്റെ കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത് ദൈവനിശ്ചയമാണ്. ശിശുവിനെ ദൈവം കാത്തുകൊള്ളും. വരൂ, നമുക്ക് യാത്ര പുറപ്പെടാം. നമ്മുടെ കൊട്ടാരത്തിലേക്ക് മുഴുവൻ സ്വാഗതം. എന്താണ് നിങ്ങളുടെ ആഗമന ഉദ്ദേശം? പ്രഭു, ഞങ്ങൾ പൗരസ്ത്യ ദേശത്തു നിന്ന് വരുന്നവരാണ്. യൂദയ ദേശത്ത് ഒരു പുതിയ രാജാവ് ജനിച്ചു എന്നറിഞ്ഞ് അവനെ കാണുവാനും ആരാധിക്കുവാനും വന്നതാണ്. പുതിയ രാജാവ്? നമ്മുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനനം സംഭവിച്ചിട്ടില്ല. യൂദയ ദേശത്തും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ആരെ കുറിച്ചാണ് പറയുന്നത്? ഏത് രാജാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ജനനം സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് വെളിപാടുണ്ടായതാണ്. ശിശുവിനെ കണ്ടെത്താൻ യാത്ര പുറപ്പെട്ട ഞങ്ങൾ വഴികാട്ടിയായി കിഴക്ക് ദിക്കിൽ ഒരു നക്ഷത്രമാണ്. ആ നക്ഷത്രം ഞങ്ങളെ ഈ ദേശത്തേക്കാണ് നയിച്ചത്. അങ്ങയുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനനം സംഭവിച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങളെ തിരികെ പോകാൻ അനുവദിച്ചാൽ. നിങ്ങൾ പോയി ആ ശിശുവിനെ അന്വേഷിക്കുക. അവനെ കണ്ടെത്തിയാൽ മടങ്ങി വന്ന് നമ്മെയും ആ വിവരം അറിയിക്കുക. നമുക്കും പോയി അവനെ ആരാധിക്കണം. പോലെ പ്രഭു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനവാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകൻ ദേവനാദം കേട്ടു ആമോദരാ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു.
തന്നിൽ വന്നു തേജസ് മുന്നിൽ കണ്ടു അവർ വേദനം തന്നിൽ വന്നു രാജാതിരാജന്റെ പൊൻതിരുമേനി കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുവാസത്തിൻ തുളിയും രജപാലകർ ദേവനാദം കേട്ടു ആമോദര സർവലോകർക്കും നമ്മഴേതും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉയർന്നല്ലോ ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നമ്മഴേതും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉയർന്നല്ലോ വെണ്ണിൽ താരകൾ പുള്ളി തൂകി മണ്ണിൽ കോരിയ നാളങ്ങൾ പാടി അവർ പള്ളിക്കട്ടയണിഞ്ഞിട്ട് കണ്ണും ചിന്തി തുറന്നിട്ട് കുഞ്ഞിക്കാരി തടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി നിന്നും എത്തി സമ്മാനങ്ങൾ എത്തി